ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് നമ്മുടെ വീട്ടു ജോലികളൊക്കെ എളുപ്പമാക്കാനും അതേപോലെ തന്നെ പൈസയൊക്കെ ലാഭിക്കാനൊക്കെ പറ്റിയിട്ടുള്ള കിഡിലൻ ടിപ്സുമായിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ തീർച്ചയായിട്ടും മറക്കരുത് കേട്ടോ. പിന്നെ ആരെങ്കിലും എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്പിലേക്ക് പോകാം. ഇതേപോലത്തെ നെറ്റ് നമ്മൾ കടയിൽ നിന്ന് പച്ചമുളക് വാങ്ങിക്കുമ്പം അല്ലെങ്കിൽ എന്തെങ്കിലും ടോയ്സൊക്കെ വാങ്ങിക്കുമ്പോൾ ബോളൊക്കെ വാങ്ങിക്കുമ്പോൾ ഒക്കെ കിട്ടും. അപ്പോൾ അതൊന്ന് എടുത്ത് വെക്കുക കേട്ടോ, കളയാതെ. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും വെയിലത്തൊക്കെ വെച്ചിട്ട് ഉണക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ടെറസിൽ വെച്ചായാലും അല്ലെങ്കിൽ മുറ്റത്ത് വെച്ചായാലും കാക്ക, പ്രാവ് അങ്ങനത്തെയൊക്കെ വന്ന് കൊത്തും. ഈ ഒരു മുത്താറി ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും എന്തായാലും കുഴപ്പമില്ല. അതൊക്കെ ഉണക്കുമ്പം ഈ ഒരു നെറ്റ് ഇതേപോലെ ആ പാത്രത്തിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പം പ്രാവോ കാക്കയോ അങ്ങനെയൊന്നും വന്ന് കൊത്തൊന്നുമില്ല കേട്ടോ. ഇനി അടുത്തൊരു ടിപ്പിലേക്ക് പോവാം. ഇത് നമ്മുടെ ഒഴിഞ്ഞ ഗുളികേൻ്റെ പാക്കറ്റാണ്. അപ്പോൾ ഈ ഒരു പാക്കറ്റിലേക്ക് ഞാൻ വിം ലിക്വിഡാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഒരു ഒഴിഞ്ഞിട്ടുള്ള സ്ഥലത്ത് മുഴുവനായിട്ടും ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ഒന്ന് ഐസാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് 20 രൂപേൻ്റെ വിം ലിക്വിഡാണ്. ഈ ഒരു 20 രൂപേൻ്റെ നമുക്ക് ഒരു മാസമൊക്കെ അല്ലേ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അപ്പം ഇങ്ങനെ ഈ രീതിക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു മാസം ഉപയോഗിക്കുന്നത് നമുക്ക് 2-2.5 മാസം വരെയൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അത് ഞാനൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് കാണിച്ചു തരാം. അതിനായിട്ട് നമ്മൾ പാത്രം കഴുകുന്ന സ്ക്രബ്ബർ എടുക്കുക. ഈ ഒരു സ്ക്രബ്ബർ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ആ കട്ട് ചെയ്തിട്ടുള്ള ഭാഗത്തേക്ക് ഈ ഒരു ഗുളിക ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ ഒരു ഗുളിക വെച്ചിട്ട് നമുക്ക് ഒരു ദിവസം മുഴുവനായിട്ടും പാത്രങ്ങൾ ഒക്കെ കഴുകാൻ വേണ്ടിയിട്ട് പറ്റും. എത്ര കുന്നോളം പാത്രം ഉണ്ടെങ്കിലും ഈ ഒരൊറ്റ ഗുളിക മാത്രം മതി ഈ ഒരു പാത്രം മുഴുവനായിട്ട് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഇങ്ങനത്തെ 20 രൂപേൻ്റെ വിം ലിക്വിഡൊക്കെ വാങ്ങിച്ചാൽ നമുക്ക് ഇതേ രീതിക്ക് ചെയ്യുകയാണെങ്കിൽ 2-2.5 മാസം വരെയൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. എക്സോ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ വെള്ളത്തിലായിട്ട് അലിഞ്ഞു പോകുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അടുത്തൊരു ടിപ്പിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ വിം ലിക്വിഡ് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഏകദേശം 1 സ്പൂൺ അളവിലാണ് വിം ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുന്നത്. ഏകദേശം ഇതൊരു സ്പൂണോളം ഉണ്ടാവും കേട്ടോ. ഇനി ഇതിൻ്റെ അകത്തേക്ക് കോൾഗേറ്റ് ആണ് ഇട്ട് കൊടുക്കുന്നത്. കോൾഗേറ്റ് നമുക്ക് ഈ ഒരു വെള്ള കോൾഗേറ്റ് തന്നെ വേണം, വേറൊന്നും എടുക്കേണ്ട. വെള്ള കോൾഗേറ്റ് തന്നെ വേണം കേട്ടോ, നല്ലൊരു റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു വെള്ള കോൾഗേറ്റും ഈ ഒരു വിം ലിക്വിഡിലേക്ക് 1 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ കോൾഗേറ്റൊക്കെ ഒന്ന് അലിഞ്ഞ് വരുന്ന രീതിക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാവേ. അപ്പം ഈ ഒരു മിശ്രിതം നമുക്ക് ഹാർപ്പിക്കിൻ്റെ ഈ ഒരു ഗുണം എങ്ങനെയുണ്ടോ അതിനനുസരിച്ചിട്ടുള്ള ഗുണം തന്നെ ഉണ്ടാവും കേട്ടോ. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ടോയ്ലറ്റ് കഴുകാം, അതേപോലെ തന്നെ കിച്ചൺ സിങ്ക്, വാഷ് ബേസ്, അതുപോലെ എല്ലാം തന്നെ കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. നല്ല രീതിക്ക് തന്നെ വെട്ടിത്തിളങ്ങും. നന്നായിട്ട് വൃത്തികേടായിട്ട് കിടക്കുന്ന കിച്ചൺ സിങ്കൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഇത് വെച്ചിട്ട് നല്ല രീതിക്ക് കഴുകാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഈ ഒരു തുള്ളി മാത്രം മതി. അത് നമുക്ക് ഇത്രയും നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് അതൊരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ആ ബോട്ടിലിനൊരു ഹോൾസ് ഇട്ട് കൊടുത്താൽ ഓരോരോ തുള്ളി വെച്ചിട്ട് മാത്രം മതി. നമുക്ക് ഇങ്ങനത്തെ ഒരു സ്പോഞ്ച് സ്ക്രബ്ബറിൻ്റെ അകത്തേക്ക് ഇടുകയാണെങ്കിൽ ഒത്തിരി ഉണ്ടാവും. ഒരു തുള്ളിക്ക് തന്നെ നമുക്ക് ഒത്തിരി പാത്രം കഴുകാനായാലും ഈ ഒരു സിങ്ക് കഴുകാനായാലും വാഷ് ബേസ് കഴുകാനായാലും ഒരു തുള്ളി മാത്രം മതി. അപ്പം ഈ ഒരു സ്പൂണ് വിം ലിക്വിഡ് കൊണ്ട് നമുക്ക് ഒത്തിരി ദിവസം തന്നെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ബാത്റൂം ആയാലും അതേപോലെ തന്നെ ടോയ്ലറ്റ് ആയാലും കിച്ചൺ സിങ്ക് ആയാലും വാഷ് ബേസ് ആയാലും കറക്റ്റായിട്ട് നല്ല രീതിക്ക് വൃത്തിയായിട്ട് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതൊരു ബോട്ടിൽ ഒഴിച്ച് വെച്ചിട്ട് നമുക്ക് കുറേ ദിവസം ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ അടുത്തൊരു ടിപ്പിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു 3 സ്പൂണോളം പൊടിയുപ്പ് എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്തേക്ക് കുറച്ച് കോൾഗേറ്റ് ആണ് ഇട്ടിട്ടുള്ളത്. ഇനി ഒരു പകുതി നാരങ്ങ മുഴുവനായിട്ടും ഇതിലേക്ക് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് 3ഉം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് 3ഉം കൂടെ മിക്സ് ചെയ്യുമ്പം ഈ ഒരു പൊടിയുപ്പ് നല്ല രീതിക്ക് തന്നെ അലിഞ്ഞിട്ട് വരും. ഒരു തരി പോലെ ഒന്നും ഇല്ലാണ്ട് അതേപോലെ തന്നെ പതഞ്ഞ് പൊങ്ങുകയും ചെയ്യും കേട്ടോ. ഈ ഒരു പതഞ്ഞ് പോകുന്ന കാരണം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കുന്നുണ്ട്. നല്ല രീതിക്ക് തന്നെ നമ്മളിത് മിക്സ് ചെയ്യുമ്പം അത് നന്നായിട്ട് പതയായിട്ട് വരും. അപ്പോൾ ഇതാ 3ഉം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ പകുതി നാരങ്ങ മുഴുവനായിട്ടും തന്നെ ഇതിലേക്ക് പിഴിഞ്ഞ് ചേർക്കണം കേട്ടോ. അപ്പോൾ അത് പതയാൻ തുടങ്ങിയിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്, കുറച്ചും കൂടെ വലിയ പാത്രത്തിലേക്ക്. അപ്പോൾ ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഹാർപ്പിക്കൊക്കെ ഒഴിച്ചിട്ടൊക്കെ നന്നായിട്ട് വൃത്തികേടായിട്ട് കിടക്കുന്ന കിച്ചൺ സിങ്കൊക്കെ ഈ ഒരൊറ്റ സാധനം കൊണ്ട് മാത്രം നമുക്ക് വെളുപ്പിച്ചെടുക്കാം. അതേപോലെ ഉപ്പുകറ, പൈപ്പിൻ്റെ മുകളിലൊക്കെ ഉണ്ടാകുന്ന ഒരു വെള്ള പാടൊക്കെ ഉണ്ടാവില്ലേ, ഉപ്പ് കൊണ്ട് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഈ ഒരു സിങ്കൊക്കെ നല്ലോണം വെട്ടിത്തിളങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഈ ഒരു മിശ്രിതം മാത്രം മതി. അതേപോലെ തന്നെയാണ് നമ്മൾ ബാത്റൂമിൻ്റെയും ടോയ്ലറ്റിൻ്റെയും ഡോറൊക്കെ ഉണ്ടാവും
ഉണ്ടാവില്ലേ, ഡോർമലൊക്കെ ഒരു വെള്ള കട്ടക്കട്ടയായിട്ട് പിടിച്ച് കിടക്കുന്ന ഉപ്പ് കറിയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഒരു മിശ്രിതം മാത്രം മതി. അതിനുവേണ്ടി ഞാനൊരു സ്ക്രബ്ബർ എടുത്തിട്ടുണ്ട്. പഴയ സ്ക്രബ്ബറാണ്, അടുക്കളയിലൊന്നും ഉപയോഗിക്കാത്ത പഴയതൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കുക. എന്നിട്ട് ഇതേപോലെ നമ്മുടെ ബാത്റൂമിൻ്റെ ആയാലും ടോയ്ലറ്റിൻ്റെ ആയാലും ഡോർ ഉണ്ടാവില്ലേ, ബാക്ക് സൈഡ്, ഡോറിൻ്റെ ബാക്ക് സൈഡിൽ ഇതൊന്ന് കുടഞ്ഞു കൊടുത്താൽ മതി. ഈ ഒരു ഉപ്പ് കറ നിമിഷ നേരം കൊണ്ട് തന്നെ ഇളകി അങ്ങ് പോയിക്കോളൂ കേട്ടോ. ഈ ഒരു മിശ്രിതം മാത്രം മതി അതിന്. അത്രയ്ക്കും പവർഫുള്ളായിട്ടുള്ള സംഭവം തന്നെയാണ് കേട്ടോ ഇത്. നല്ല രീതിക്ക് ഒന്ന് തേച്ച് കൊടുത്തിട്ട് വെള്ളം വെച്ചിട്ടൊന്ന് കഴുകി കൊടുത്താൽ മതി. അപ്പോൾ തന്നെ നല്ലോണം വെളുക്കുകയും ചെയ്യും. അതേപോലെ തന്നെ ഇത് വെച്ച് തേച്ചാൽ നമുക്ക് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും. ഇനി അടുത്തൊരു പ്രാവശ്യം നമ്മൾ കഴുകണമെങ്കിൽ ഒത്തിരി ദിവസം കഴിയണം, കാരണം അത്രയും സമയം ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഉപ്പുനിറ പിടിച്ച് കിടക്കത്തില്ല കേട്ടോ. അതുപോലെ തന്നെയാണ് നമ്മൾ ബാത്റൂമിലായാലും ടോയ്ലറ്റിലായാലും ഇങ്ങനെ പൈപ്പിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ വെള്ളപ്പാടുപാടായിട്ട് കിടക്കുന്നത്, അതും ഈ ഒരു ഇത് വെച്ചിട്ട് തന്നെ കഴുകാൻ പറ്റും. ജസ്റ്റ് ഒരു 10 മിനിറ്റ് ഇതിൻ്റെ മുകളിലേക്ക് ഇതൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ട് കൈ വെച്ച് നമ്മൾ ഉരയ്ക്കുകയോ കഴുകുകയോ ഒന്നും വേണ്ട. വെള്ളം വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ അടിച്ചു കൊടുത്താൽ മതി. ഒന്ന് തേച്ചിട്ട് വെള്ളം വെച്ചിട്ട് ഒന്ന് അടിച്ച് കഴുകിയാൽ മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള വെള്ളപ്പാടൊക്കെ നല്ല രീതിക്ക് തന്നെ പോയിട്ടുണ്ടാവും. അതേപോലെ തന്നെയാണ് നമ്മുടെ ഉപ്പ് വെള്ളമൊക്കെ ഉള്ളവർക്കറിയാം, ബക്കറ്റൊക്കെ വളരെ ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ തന്നെ അങ്ങനെ ആയിപ്പോവും. വെള്ളപ്പാട് വന്നിട്ട് എത്ര നമ്മൾ കഴുകിയാലും അത് ഇതേപോലെ ഉണ്ടാവും. അത് വെച്ചിട്ട് നല്ല രീതിക്ക് കഴുകി കൊടുത്താൽ മതി.